ഇനി നമ്മൾ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിന്റെ സ്റ്റെപ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സ്റ്റെപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അടുത്ത് നമ്മൾ പറയേണ്ടത് എന്താണ്, ഏതൊക്കെ ടൈപ്പ് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ബേസിക്കലി നമുക്ക് രണ്ട് തരം സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇൻസ്ട്രക്ഷണൽ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ്, സെക്കൻഡ് ഇസ് ഇവാലുവേഷൻ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷണൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ദിസ് ഇസ് യൂസ്ഡ് ഇൻ ദ ബിഗിനിങ് ഓർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഇൻസ്ട്രക്ഷൻ സച്ച് ആസ് ലേണിംഗ് എക്സസൈസസ്, യൂസ്ഫുൾ ഫോർ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസ്ട്രക്ഷണൽ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തുടക്കത്തിലുള്ളതാണ്. ഓക്കെ, അപ്പം ലേണിംഗ് എക്സസൈസ് ഒക്കെ നമുക്ക് ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് വേണ്ടത് അല്ലെങ്കിൽ എത്ര യൂസ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ അറിയാനാണ്. എന്നാൽ ഇവാലുവേഷൻ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്തിനാണ്, ദിസ് ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇവാലുവേഷൻ such as term and examination or to understand the effectiveness. അതായത് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫുൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർ എന്തുമാത്രം പഠിച്ചു എന്നറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ഇവാലുവേഷൻ ടെസ്റ്റിനെയാണ്. ഇപ്പൊ കോളേജിന്റെ ഇപ്പൊ എൻട്രൻസ് ടെസ്റ്റ് ആണെങ്കിൽ കൈൻഡ് ഓഫ് എന്താണ്, ഇവാലുവേഷൻ ആണ് അല്ലെ, ആ കുട്ടിക്ക് ഈ ഒരു ഇതിൽ ചേരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത്. സോ ഇവാലുവേഷൻ ടെസ്റ്റിൽ തന്നെ നമുക്ക് 3 ടൈപ്സ് പറയാം. എന്താണ്, കോളേജ് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, ഇന്റർനാഷണൽ കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റും ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുന്നേ വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് നോക്കാം. ഇപ്പൊ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും, ഒരു എന്താ പറയാ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ് അല്ലെ, എന്ത് പ്രോബ്ലത്തിനും ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ് ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ്. ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് കൊടുക്കും അങ്ങനെ. പിന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്തായി, ഇൻഡിവിജ്വലൈസ്ഡ് ആയി. എന്നാൽ സ്റ്റാൻഡേർഡൈസ്ഡ് നമ്മൾ വെക്കുമ്പോൾ ആ ടെസ്റ്റ് എന്തായിരിക്കും, അൺബയസ്ഡ് ആയിരിക്കും. ഇപ്പം ഓവറോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ടെസ്റ്റിൽ പുതിയ ബയസസ് വരാനുള്ള ചാൻസസ് എന്താണ്, കുറവാണ് അല്ലെ. പിന്നെ എന്താണ്, സെറ്റ്സ് ആൻ ഇൻസർമൗണ്ടബിൾ ബാർ ആൻഡ് ആൻ ആപ്റ്റ് സ്റ്റാൻഡേർഡ്. അതായത് എന്താണ്, ഒരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എൻട്രൻസ് എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കും, ജെഇയുടെയോ അല്ലെങ്കിൽ നീറ്റിന്റെയോ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വാട്ട്, ഇൻസർമൗണ്ടബിൾ ബാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ ലെവൽ സെറ്റ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അങ്ങനെയായിരിക്കും. പിന്നെ എന്താണ്, ക്വാണ്ടിഫയബിൾ റിസൾട്ട്സ് അറൈസസ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിന്റെ ബേസിൽ നമുക്ക് എപ്പോഴും എന്താണ്, നല്ല ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള റിസൾട്ട്സും കിട്ടും. ഓക്കെ, പിന്നെ പലപ്പോഴും ഇപ്പൊ എന്താ, ഈ ടെസ്റ്റുകളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി. അതേപോലെ എന്താണ്, സ്ക്രീനിങ് പ്രോഗ്രാംസിനൊക്കെ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. എന്നാൽ കോൺസും ഉണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്. എന്താണ്, ടീച്ചിങ് സ്കിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ എബിലിറ്റിയാണ് അല്ലെ. ആ ഒരു എബിലിറ്റി, അതിൽ ഒരു മെഷറിംഗ് കപ്പാസിറ്റി, ഒരു നല്ല ടീച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരു ടെസ്റ്റിന്റെ ഒരു എഫക്റ്റീവ്നെസ് ഇത് നമുക്ക് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിൽ കിട്ടില്ല. ഓക്കെ, പിന്നെ എന്താണ്, ടീച്ചറിന് ചില ക്വസ്റ്റ്യൻസ് ഇപ്പം തെറ്റാണ് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച പോലെ അല്ലെങ്കിൽ ടീച്ചറിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ, അങ്ങനെയൊക്കെ ഇത് വരുന്നുണ്ട്, ടീച്ചറിന് ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ്, റെസ്റ്റിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. റെസ്റ്റിഫിക്കേഷൻ പിള്ളേർ സാധാരണ എന്താ ചെയ്യുക, ഒരു ലാസ്റ്റ് 10 year ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നതോ അല്ലെ. അപ്പം ആ ഒരു പാറ്റേൺ അങ്ങോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെയും വരാം എന്നുള്ളൊരു ആ ഒരു എന്താ പറയാ ഒരു സർപ്രൈസ് എലമെന്റ് അവിടുന്ന് പോയി പോകും അല്ലെ. ഓരോ സ്റ്റുഡൻസിനനുസരിച്ച് ആ കുട്ടി പഠിക്കുന്നതാണെങ്കിൽ മിസ്സിന് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഹയർ ലെവൽ ഇടാം, അല്ലെങ്കിൽ വലിയ ആവറേജ് ലെവൽ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആൻസർ ചെയ്യുന്നത്. അപ്പം ആ ഒരു എന്താ പറയാ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വരില്ല. പിന്നെ പോരാത്തതിന് കുട്ടികൾക്ക് എന്താണ്, ഒരു റുട്ടീൻ വർക്ക് പോലെ അല്ലെ, 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്തിട്ട് വരാം എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യും. പിന്നെ എന്താണ്, കൺസിഡർഡ് ആസ് എൻ ഇൻആക്യുറേറ്റ് ജഡ്ജ്മെന്റ്. ചില സമയത്ത് ചില കേസസിൽ അതെന്താണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാരെയും കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടൈം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു പ്രോപ്പർ ജഡ്ജ്മെന്റ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എല്ലായിടത്തും പലരും മാറും അല്ലെ. ഓരോ സ്കൂളിലും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും. ചില ടീച്ചേഴ്സ് വളരെ നല്ലതായിരിക്കും, ചിലർ അത്രയും പോരായിരിക്കും. അപ്പൊ ആ കുട്ടികളെയും നമ്മൾ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു എന്താ പറയാ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു വരും. പിന്നെ എന്താണ്, ഫോർ ഗുഡ് ഗ്രേഡ്സ് റിസോർട്ട് ടു ചീപ്പർ മെത്തേഡ്സ് ഓഫ് കോപ്പി. അപ്പൊ കോപ്പി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന തന്നെ അല്ലെ, അപ്പൊ അങ്ങനെയും വരാം. പിന്നെ എന്താണ്, നോട്ട് പാരലൽ വിത്ത് ബിഹേവിയേഴ്സ്. അതായത് ഒരു കുട്ടിയെയും അറിഞ്ഞുകൊണ്ടിരുന്ന ടെസ്റ്റ് അല്ല, ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. സോ ദീസ് ആർ സം ഓഫ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ എന്താണ്, മൈൻഡ് റിലേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ദീസ് ടെസ്റ്റ് ആർ ബേസ്ഡ് ഓൺ സയന്റിഫിക്കലി ടെസ്റ്റഡ് സൈക്കോളജിക്കൽ തിയറി. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ തിയറീസിൽ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നതും അതായത് അഫക്റ്റീവ് ഡൊമൈന്റെ
അസസ്മെന്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതും എന്തായിരിക്കും, ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകളായിരിക്കും. ഓക്കെ, അതിൽ ഇന്റലിജൻസ് ടെസ്റ്റ് കാണും, ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് കാണും, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കാണും, അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററീസ് കാണും. ഓക്കെ, സോ ദീസ് ആർ ദ സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇനി അതിൽ പല തരമുണ്ട് എന്നിപ്പോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയാണ്, നമുക്ക് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാം അല്ലെ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാം, ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് ചെയ്യാം, അതായത് ഇൻട്രസ്റ്റ്, ഒരാൾക്ക് എവിടെയാണ് ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ, ഏത് ഫീൽഡിൽ പോകണം, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ, അതേപോലെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ, പിന്നെ അഡ്ജസ്റ്റ്മെന്റ്, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പുതിയൊരു സിറ്റുവേഷനിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സറൗണ്ടിങ്സുമായിട്ട് എങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ടെസ്റ്റിൽ കണ്ടുപിടിക്കാം. പിന്നെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച് എന്താണ് ആ കുട്ടി വിചാരിക്കുന്നത്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് എബിലിറ്റി എത്രമാത്രമാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതെല്ലാം എന്താണ്, സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ പല ടൈപ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടും എഴുതാം. ഓക്കെ.